നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്റർനാഷണൽ ബ്രേക്കിന്റെ സമയത്ത് സ്പെയിന് കളിച്ചത് കൊളംബിയക്കെതിരെയും ബ്രസീലിനെതിരെയുമാണ്. എന്നാൽ അവർ യഥാർത്ഥത്തിൽ അർജന്റീനയുമായിട്ട് കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. അർജന്റീൻ ഫുട്ബോൾ ഫെഡറേഷനുമായി അവർ ബന്ധപ്പെട്ടിരുന്നു എന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തേക്ക് വരുന്നു. അർജന്റീനക്ക് എന്തുകൊണ്ട് വമ്പൻ എതിരാളികളെ കിട്ടുന്നില്ല? ലോക ചാമ്പ്യന്മാരായിട്ടും അർജന്റീന ഇപ്പോൾ സമീപകാലത്ത് കളിക്കുന്നത് ചെറിയ ചെറിയ ടീമുകളോടാണല്ലോ എന്നുള്ളൊരു വിമർശനം എഫെക്കെതിരെ പോലും അർജന്റീനയിൽ നിലനിൽക്കുമ്പോഴാണ് ഇക്കാര്യം പുറത്തു വന്നിരിക്കുന്നത് എന്ന് നോക്കുക. ലയണൽ സ്കലോനി ശരിക്കും ആഗ്രഹിച്ചിരുന്നു. അദ്ദേഹം തുറന്നു പറഞ്ഞതുമാണ്, ഈ മാർച്ച് മാസത്തിൽ ഇന്റർനാഷണൽ ബ്രേക്കിൽ മികച്ച ടീമുകളോട് ഏറ്റുമുട്ടാനാണ് താൻ ആഗ്രഹിക്കുന്നത്. കാരണം കോപ്പ അമേരിക്കയ്ക്ക് മുമ്പുള്ള ഒരു ഇന്റർനാഷണൽ ബ്രേക്കാണിത്. അപ്പോൾ ടീമിന്റെ ശക്തി ദൗർബല്യങ്ങൾ ഒന്നുകൂടി മികച്ച ടീമുകളോട് മാറ്റിവെച്ച് നോക്കാൻ അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. ഏതായാലും ആഫ്രിക്കൻ ടീമുകളായിട്ടുള്ള ഐവറി കോസ്റ്റും അതുപോലെ തന്നെ നൈജീരിയയുമായിരുന്നു അവരുടെ ആദ്യം പ്രഖ്യാപിച്ച എതിരാളികളെങ്കിൽ പിന്നീട് അവർ പിന്മാറുകയും ചൈനയിലെ മത്സരം US മാറ്റിയപ്പോൾ എൽ സാൽവഡോറും കോസ്റ്റാറിക്കയും എതിരാളികളായിട്ട് വന്ന് ഈ ഇന്റർനാഷണൽ ബ്രേക്ക് കടന്നുപോയതും നമുക്കറിയാം. അപ്പോൾ ഈ ഘട്ടത്തിലാണ് ഒരു വെളിപ്പെടുത്തൽ വരുന്നത്. ഈ മാർച്ച് മാസത്തിൽ സ്പെയിന് അർജന്റീനയുമായിട്ട് കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷെ അത് നടക്കാതെ പോയതിന് ഒരു കാരണമുണ്ട്. അത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ്. ഇപ്പോൾ ഈ കാര്യം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് എൽ പൈസ് ആണ്. അവർ ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞത് എങ്ങനെയാണ്: സ്പെയിന് അർജന്റീനയുമായിട്ട് മാർച്ച് മാസത്തിൽ ഫ്രണ്ട്ലി മത്സരം കളിക്കാൻ ആഗ്രഹിച്ചിരുന്നു. പക്ഷേ AFA അവരോട് അൺആക്സെപ്റ്റബിൾ ആയിട്ടുള്ള എമൗണ്ട് ഓഫ് മണിയാണ് ചോദിച്ചത്. സ്വീകരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വലിയൊരു തുകയാണ് ഈ കളിക്ക് വേണ്ടി അർജന്റീൻ ഫുട്ബോൾ അസോസിയേഷൻ ചോദിച്ചത്. സോ അവർ മറ്റൊരു ഓപ്പണന്റിനെ തീരുമാനിക്കുകയായിരുന്നു. അങ്ങനെയാണ് അവർ ബ്രസീലും അതുപോലെ കൊളംബിയയും പോലുള്ള ടീമുകളോട് കളിക്കാൻ തീരുമാനിച്ചത് എന്നാണ് എൽ പൈസ റിപ്പോർട്ട്. ചുരുക്കത്തിൽ അർജന്റീന ടീം കളിക്കാൻ വരണമെങ്കിൽ വലിയൊരു തുക അവർ ചോദിക്കുന്നുണ്ട്. അങ്ങനെ വലിയ തുക ചോദിച്ചത് സ്പെയിൻ ഫുട്ബോൾ അസോസിയേഷൻ ആക്സെപ്റ്റ് ചെയ്യാൻ തയ്യാറായില്ല. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ ഒരു കളി നടക്കാതെ പോയത്. ഈ ഒരു ഘട്ടത്തിലാണ് മുമ്പ് AFF ഇത്തരത്തിലുള്ള AFAയുടെ ഒരു പ്രപ്പോസൽ വേണ്ട എന്ന് വെച്ചത് വലിയ വാർത്തയായതും പിന്നീട് കേരളത്തിലേക്ക് അർജന്റീനയെ ക്ഷണിച്ചുകൊണ്ട് നമ്മുടെ സ്പോർട്സ് മിനിസ്റ്റർ കാര്യങ്ങൾ പറഞ്ഞതും ഒക്കെ നമ്മൾ ഓർത്തു പോകേണ്ടത്. എന്തായാലും വലിയൊരു തുകയാണ് അർജന്റീന ചോദിച്ചത്. അതുകൊണ്ട് സ്പെയിന് പോലും അത് കൊടുക്കാൻ തയ്യാറായിട്ടില്ല. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്ക്.